സാർ, എന്തുകൊണ്ടാണ് ഗിരീഷ് ഡോക്ടറെ കാണാനായിട്ട് ഈ 3 ജില്ലകൾ താണ്ടി സാറ് കണ്ണൂർ കിംസ് ശ്രീചന്ദിൽ എത്തിയിരിക്കുന്നത്? എൻ്റെ അച്ഛനാണ് ഗിരീഷ് ഡോക്ടറുടെ പേഷ്യൻ്റ് കഴിഞ്ഞ 5-6 വർഷമായിട്ട്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാമല്ലോ, എ ഡോക്ടർ ഹു ഈസ് വെരി ക്ലോസ് ആൻഡ് എ ഡോക്ടർ ഈസ് കൺവീനിയൻറ്റ്, എ ഡോക്ടർ ഈസ് ആക്സസിബിൾ എനി ടൈം. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഡോക്ടർ. പിന്നെ മാത്രമല്ല, ഗിരീഷ് ഡോക്ടറുടെ ഒരു പ്രത്യേകത, അദ്ദേഹം പേഷ്യൻറ്റിനെ ക്ലൈൻ്റായിട്ടല്ല കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടാണ് കാണുന്നത്. എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ തന്നെ ഗിരീഷ് ഡോക്ടർക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ചോദിക്കാൻ പറ്റുന്ന രീതിയിലൊരു ബന്ധം അച്ഛനുമായിട്ട് പേഷ്യൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡോക്ടർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് ടൈം. അപ്പോൾ ഗിരീഷ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, ഇല്ലെങ്കിൽ ഗിരീഷ് ഡോക്ടർ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ പോയി കാണും. അതിപ്പോൾ 2-3 ഡിസ്ട്രിക്റ്റ് ക്രോസ് ചെയ്താലും കുഴപ്പമില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എ വെരി ഫ്രണ്ട്ലി ആക്സസിബിൾ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായൊരു ഘട്ടമാണ്. എൻ്റെ അച്ഛന് 75 വയസ്സായി. ഒരുപക്ഷെ നമ്മളെല്ലാം പല സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, മക്കൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിക്കാൻ, ഒരു ഡോക്ടറെ ഏൽപ്പിക്കാൻ, പലപ്പോഴും ഡോക്ടർമാർ എന്ന് പറയുന്ന ആ ഒരവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് നമ്മൾ മക്കൾ നിൽക്കുന്ന അതേ സ്ഥാനത്ത് നിന്നിട്ട് നമ്മളെ കാണാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് അത് വലിയ കാര്യമാണ്. ഹീസ് വെരി 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 ഗുഡ് ഡോക്ടർ ആൻഡ് ഹീസ് വെരി കീൻ. അത്രയും റിസർച്ച് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പം റിസർച്ചബിലിറ്റി ഉണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്സസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഹീസ് വെരി ഫ്രണ്ട്ലി. ഞങ്ങൾ കാശ് കൊടുത്തിട്ട് അടിമത്തം പേരേണ്ട ആവശ്യമല്ല. കാശ് കൊടുക്കുമ്പോൾ വി ഫീൽ കംഫർട്ടബിൾ ആൻഡ് വി ഫീൽ ലൈക്ക് ഹാസ് ബീൻ ടേക്കൻ കെയർ ഓഫ്.